ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ, നമുക്ക് കണ്ടില്ലേ എത്ര സ്പീഡിൽ നമുക്ക് ഈ ഒരു ലിസ്റ്റായി പഠിക്കുമ്പോൾ ഒരുപാട്, അല്ലെങ്കിൽ ടേബിളായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രാംഡ് ആയിട്ടാണ് നിങ്ങൾ കാണുന്ന സാധനങ്ങൾ. ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ടേബിളിന്റെ ഒരു കാൽഭാഗമോ ഏകദേശമൊക്കെ പകുതി ആവാനായി നമ്മൾ ടേബിള്. അത്രയും സ്പീഡിലാണ് നമ്മൾ പോണത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് കവറേജ് റേഷ്യോസ് ആണ് ഉള്ളത്. കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒന്നുകൂടി ആ കൺസെപ്റ്റ് പറയുകയാണ്. നമ്മൾക്കിപ്പോ ഒരു ഇതുണ്ട്, നമ്മളൊരു ഏർണിങ്സ് ഉണ്ട്, നമ്മളൊരു എക്സ്പെൻസോ കാര്യങ്ങളോ, അതിലാണ് പൊതുവെ നമുക്ക് ഇന്ന എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള ഏർണിങ്സ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എത്ര മടങ്ങ് ആ എക്സ്പെൻസിന്റെ എത്ര മടങ്ങ് ഏർണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അത്ര അഡിക്വസി ഓഫ് ഏർണിങ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ് കവറേജ് റേഷ്യോ. കവർ ചെയ്യാൻ പറ്റുമോ, വെദർ യു ക്യാൻ കവർ ദ കോസ്റ്റ്സ് ഓർ നോട്ട്, അതാണ് നമ്മൾ നോക്കണം. സോ അതിന്റെ ഒരു സിൻടാക്സ് ഉണ്ട്, ആ സിൻടാക്സ് മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് നോക്കാം. സോ സിൻടാക്സ് എന്ന് പറയുന്നത് എക്സ് കവറേജ് റേഷ്യോ. നമുക്ക് ഇന്നൊരു ഐറ്റത്തിന്റെ കവറേജ് റേഷ്യോ എന്താ പറയുക, ഇപ്പൊ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, അങ്ങനെയാണ് നമുക്ക് തരിക. സോ എക്സ് കവറേജ് റേഷ്യോ എന്നുള്ള ഇതാണെങ്കിൽ ഏർണിങ്സ് അവൈലബിൾ ബിഫോർ എക്സ് ഡിവൈഡ് ബൈ എക്സ്. അങ്ങനെ അതായത് എന്താ വെച്ചാൽ നമുക്കിപ്പോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണെന്നുണ്ട് വിചാരിക്കുക. നമുക്കിപ്പോ ആ താഴെ ഈ എക്സാമ്പിൾ തന്നെ നമ്മൾ കൊടുത്തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിലും ഒക്കെ നമ്മൾ എബിറ്റി EPS പഠിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ ഇത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കിയിട്ടാണ് ഈ ഒരു നമുക്ക് നോക്കാം. സോ എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് EBT, ആ ഒരു ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പറയണത് എന്താ, നമുക്ക് നമ്മുടെ ഏർണിങ്സ് ഇൻട്രസ്റ്റ് കവർ ചെയ്യാനുള്ള അഡിക്വസി എത്രയെന്നാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ എന്താ പേ ചെയ്യണത് 500 rupees ആണ് ഇൻട്രസ്റ്റ് പേ ചെയ്യണം. എനിക്ക് ഉള്ള ഏർണിങ്സ് 5000 പറഞ്ഞാൽ നമുക്ക് ഒരു അർത്ഥത്തിൽ എന്ത് പറയാ, ആ 10 പ്രാവശ്യം ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള പൈസ ഉണ്ട്. അങ്ങനെ നമ്മളൊക്കെ വെറുതെ ചിന്തിക്കില്ലേ, നമുക്ക് 10 നമ്മളിപ്പോ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിയ അങ്ങനെ ഇതുകൊണ്ട് ഈ ഒരു കിട്ടിയ പൈസ കൊണ്ട് നമുക്ക് ഇത്ര ഇത് വാങ്ങാം, അങ്ങനെയൊക്കെ നമ്മള് 2 കാറൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മളിപ്പോ കുറെ പൈസയൊക്കെ കിട്ടിയ ആൾക്കാര് 5 crore ഒക്കെ ഒരു ലോട്ടറി അടിച്ചു പറഞ്ഞാൽ നമുക്ക് 1 crore അടുത്ത് ഒരു ഓടിയുടെ ഒരു കാർ വെച്ചാൽ നമ്മളിങ്ങനെ പറയും 5 കോടി വാങ്ങാനുള്ള പൈസ. നമ്മൾ വെറുതെ അങ്ങനെ കമ്പയർ ചെയ്യില്ല, ആ ഒരു കമ്പാരിസൺ ഇവിടെ വരുന്നത്. സോ ഇൻട്രസ്റ്റ് ഇപ്പൊ 500 ആണ്, നമുക്ക് എന്താണ് ഏർണിങ്സ് 5000 ആണെന്നുണ്ടെങ്കിൽ 5000 ഡിവൈഡഡ് ബൈ 500 പറഞ്ഞാൽ നമുക്ക് 10 പ്രാവശ്യം ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള ഏർണിങ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ എത്രത്തോളം ഇങ്ങനത്തെ കവറേജ് റേഷ്യോസ് ഹൈ ആണോ അത്രയും നല്ലതാണ്. കാരണം അത്രയും സേഫ്റ്റി ഓഫ് ഏർണിങ്സ്, അത്രയും അഡ്യൂക്കേറ്റ് ആണ്. ഏർണിങ്സ് പ്ലെന്റിഫുൾ ആണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഈ എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്താലും സേവ് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് വരണം, ഇൻട്രസ്റ്റ് ആണ് വരേണ്ടത്. നമ്മൾ സിൻടാക്സ് കണ്ടില്ലേ, എക്സ് കവറേജ് റേഷ്യോ പറഞ്ഞ ഡിവൈഡ് ബൈ എക്സ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ആണ് നോക്കണത് വെച്ചാൽ അടിയിൽ എന്ത് വരണം, ഇൻട്രസ്റ്റ് എന്ന് വരണം. മോളിൽ എന്താണ് ഏർണിങ്സ് അവൈലബിൾ ബിഫോർ എക്സ് എന്ന് നമ്മൾ സിൻടാക്സ് കൊടുക്കണം. അതെന്താ, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഏർണിങ്സ് നമ്മൾ എപ്പോ നോക്കണം, നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണ മുമ്പുള്ള ഏർണിങ്സിലാണ് നമ്മൾ നോക്കണം ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ സഫീഷ്യൻസി ഉണ്ടോ. ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഏർണിങ്സിലാണ് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ നമുക്ക് എത്ര അഡിക്വേറ്റ് ആണ് എന്നുള്ളത് അറിയണമെങ്കിൽ അതിന് മുമ്പ് എത്ര പൈസ ഉണ്ടെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അതാണ് നമ്മൾ എന്താണ് ഏർണിങ്സ് അവൈലബിൾ ബിഫോർ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതെന്താണ് എബിറ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ് തൊട്ട് മുമ്പ് എന്താ ഐറ്റം എന്നുള്ളത് നോക്കുക. അപ്പൊ എബിറ്റിന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. അതുകൊണ്ട് ഈ എബിറ്റിൽ എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റും എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. സോ അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ പറയുന്നത് എബിറ്റ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ്. അതായത് ഇൻട്രസ്റ്റിന് തൊട്ട് മുമ്പുള്ള ഏർണിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്, എബിറ്റ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ്. സിമിലർലി എന്താ പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ കിട്ടിയ ഏർണിങ്സിന് എത്ര പ്രിഫറൻസ് ഡിവിഡൻഡ് പേ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരണം, പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് നമ്മുടെ എക്സ്പെൻസ് വരണം. അത് എന്താ നമ്മൾ ന്യൂമറേറ്ററിൽ വരണ്ട ആ പ്രിഫറൻസ് ഡിവിഡൻഡ് പേ ചെയ്യാൻ എത്ര ഏർണിങ്സ്, അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് എന്ത് ഏർണിങ്സാ വന്നത് നോക്കുക. അപ്പൊ എന്താണ് പ്രിഫറൻസ് ഡിവിഡൻഡ് തൊട്ട് മുമ്പ് EAT ആണ്. അപ്പൊ EAT കഴിഞ്ഞിട്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് കഴിഞ്ഞിട്ടാലോ ഇക്വിറ്റിക്കുള്ള EAT കൊടുക്കുക, EPSന്റെ EAT പിന്നെ വരണം. അപ്പൊ ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ആ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. അതാണ് നമ്മൾ ആ ഒരു ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിന്ന് എത്ര പ്രാവശ്യം പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാന്നുള്ളത്. സിമിലർലി എന്താണ് ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറെ പേര് മിസ്റ്റേക്ക് ഉണ്ടാക്കണം വെച്ചാൽ ഇവിടെ EAT ഡിവൈഡ് ബൈ ഇക്വിറ്റി ഡിവിഡൻഡ് എന്ന് കൊടുക്കും. അതൊരിക്കലും ചെയ്യരുത്. പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏർണിങ്സിന് മാത്രമേ ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കൂ. അപ്പൊ നമ്മൾ എപ്പോഴും സ്പെസിഫിക്കലി ഏർണിങ്സ് അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് നമ്മൾ അവിടെ മുകളിൽ എടുക്കേണ്ടത്.
ചിലപ്പോൾ പ്രിഫറൻസ് ഡിവിഡന്റ് ക്വസ്റ്റ്യനിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാണ്, EAT തന്നെയാണ് ഇവിടെ വരിക. ഈ ഒരു EAT ടു ഇക്വിറ്റി പറയുന്നത് EAT തന്നെയാണ് വരിക. പക്ഷെ പ്രിഫറൻസ് ഡിവിഡന്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏർണിങ്സ് ആണ്, ആ ഒരു amount പ്രിഫറൻസ് ഡിവിഡന്റിന്റെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇക്വിറ്റി ഡിവിഡന്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കുറെ സ്റ്റുഡൻസ് മിസ്റ്റേക്ക് ഉണ്ടാക്കണ ഇവിടെ EAT എന്ന് അവർ ചിലവർ കൊടുക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇക്വിറ്റി ഡിവിഡന്റ് കവറേജ് റേഷ്യോ പറഞ്ഞാൽ നമ്മൾ ഇതേ സിൻടാക്സ് നോക്കൂ. ഇക്വിറ്റി ഡിവിഡന്റ് ആണ് ഡിനോമിനേറ്റർ. ആ ഒരു ഇക്വിറ്റി ഡിവിഡന്റ് പേ ചെയ്യാൻ എത്ര ഏർണിങ്സ് ഉണ്ട്, അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള ഏർണിങ്സ്, ആ ഒരു ഏർണിങ്സ് എന്നാണല്ലോ നമ്മൾ ഏതാണ് EAT, ഏർണിങ്സ് അട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഏർണിങ്സ് എന്താണ്, അതിന് നമ്മൾ ഇക്വിറ്റി ഡിവിഡന്റ് പേ ചെയ്യണോണ്ട് ആ ഒരു തൊട്ട് മുമ്പത്തെ ഏർണിങ്സ് ആണ് എടുക്കേണ്ടത്. സോ ഇവിടെയാണ് EAT ടു ഇക്വിറ്റി ഡിവൈഡഡ് ബൈ ഇക്യു ഡിവിഡന്റ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. കവറേജ് റേഷ്യോസും നമ്മൾ എന്ത് ചെയ്തു, വേഗം നമ്മൾ കവർ ചെയ്തു. അല്ല, കവറേജ് റേഷ്യോ എന്താണ്, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഈ ടേബിളായി പഠിക്കുമ്പോൾ ഡ്രൈ ആയി പഠിക്കുന്നതിന് പകരം ഈ ഒരു ലോജിക്ക് പഠിച്ചപ്പോൾ കണ്ടില്ലേ, ഓരോരോ പേജിൽ തന്നെ നമ്മൾ ഒതുങ്ങി. അതായത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ റേഷ്യോസുമാണ്. ചിലതൊക്കെ ഉണ്ട് വളരെ അൺഇമ്പോർട്ടന്റ് ആയ റേഷ്യോസ് ഞാൻ കൊടുത്തിട്ടില്ല. ഒരുവിധം എല്ലാം ഇമ്പോർട്ടന്റ് ആയ ബേസിക് ഡിഫറൻസും കൂടി വരില്ല. എന്നാലും ആ ഒരു ഇത് ചിലതൊക്കെ എന്താ വെച്ചാൽ വളരെ അൺഇമ്പോർട്ടന്റ് ആയത് മാത്രമേ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു മെറ്റീരിയൽ വായിക്കണമെന്നില്ല എല്ലാം വായിക്കുക, ഒരു ലോജിക്ക് വെക്കുക. ഇനി എന്തെങ്കിലും കവർ ചെയ്യാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചാൽ ഞാൻ എന്തായാലും എന്ത് ചെയ്യാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യാം, അങ്ങനത്തെ പറഞ്ഞുതരാം. ഓക്കെ.